എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത്. ഒരു അധ്യാപികയുടെ വാർത്ത. എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത ഞെട്ടിക്കുന്നുണ്ട്. MC റോഡിൽ വീണ്ടും ജീവനെടുത്ത ഒരു അപകട വാർത്തയാണ് ഞെട്ടിക്കുന്നത്. നിയന്ത്രണം വിട്ടെത്തിയ ടിപ്പർ സ്കൂട്ടറിന് പിന്നിലിടിക്കുകയായിരുന്നു. മരിച്ചതോ കുറേയധികം വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപിക. പിന്നാലെ റോഡിലേക്ക് തെറിച്ചു വീണ് സ്കൂട്ടർ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും ചെയ്ത കോളേജ് അധ്യാപികയുടെ ദാരുണാന്ത്യ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. പെരുമ്പാവൂരിലാണ് ദാരുണ സംഭവം നടന്നത്. സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും അവർ തൽക്ഷണം മരിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ RLV കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപികയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അല്ലപ്ര സ്വദേശിനി സെഞ്ചിനിയാണ് അപകടത്തിൽ അതിദാരുണമായി മരിച്ചത്. MC റോഡിലെ കാഞ്ഞിരക്കാട് വളവിൽ രാവിലെ 10:30യോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. കാലടി ഭാഗത്തേക്ക് സഞ്ചരിച്ച സ്കൂട്ടറിൽ പിന്നിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ രഞ്ജിനിയുടെ ദേഹത്ത് സ്കൂട്ടർ കയറി ഇറങ്ങുകയായിരുന്നു. രഞ്ജിനി അപകട സ്ഥലത്ത് തന്നെ തൽക്ഷണം മരിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാലടി സർവകലാശാല അധ്യാപകൻ KT സംഗമശേനാണ് ഭർത്താവ്. അദ്ദേഹത്തിന്റെ വിഷമവും ഇപ്പോൾ സഹിക്കാൻ വയ്യാതെയാണ് ആ വാർത്ത എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതേസമയം MC റോഡിലെ സ്ഥിര അപകട മേഖലകളിൽ ഒന്നാണ് കാഞ്ഞിരക്കാട് വളവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ KSRTC ബസ് സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നുണ്ട്. അപകടമായതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുപോലെ അധ്യാപികയെക്കുറിച്ച് കുട്ടികളും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു, എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രമേ പെരുമാറുകയുള്ളൂ, മറ്റുള്ള ടീച്ചർമാരെ പോലെയല്ല ഈ താരം, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മക്കൾ തന്നെ പറയുന്നു. സ്വന്തം കുട്ടികളെപ്പോലെയാണ് അവിടെയുള്ള കുട്ടികളെല്ലാവരെയും കാണുന്നത്. വർഷങ്ങളായുള്ള പരിചയമാണ്, അതങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ ആത്മഹത്യയും അതുപോലെ അപകട വാർത്തയും ഞെട്ടിക്കുന്നത്. ഈ അപകടം എല്ലാവരെയും ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയും അമ്മൂമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ചേച്ചിമാരുണ്ട്. എന്നാൽ അവരിതൊന്നും അറിയുന്നില്ല. അവരവരുടെ ജീവിതം നോക്കിയുള്ള പാച്ചിലിലാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.